ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് AR. ഇന്നാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. അതായത് ഡൽഹിയിൽ വന്നിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ഒരു പ്രണയ സൗധമാണ് താജ്മഹൽ. എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ ഇതിൻ്റെ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട്. താജ്മഹലിൻ്റെ പല സൈഡിലൂടെയും എൻ്റെ എൻട്രി പോയിൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ഗേറ്റിലാണ്. ടിക്കറ്റും ബോഡി പാസ്സൊക്കെ ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുക. പിന്നെ വിദേശികൾക്കായിട്ട് സെപ്പറേറ്റ് ലൈനാണ് കേട്ടോ. നമ്മുടെ നേറ്റീവ്സിന് വേറെയും വിദേശികൾക്ക് വേറെയും ക്യൂ ആണ്. പിന്നെ ഇവിടെ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മുടെ ബാഗും ബോഡിയും എല്ലാം ചെക്ക് ചെയ്യും. ഒരുപാട് ഓഫീസേഴ്സ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഏർലി മോർണിംഗ് തന്നെ നമ്മളിതാ താജ്മഹലിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള താജ്മഹൽ കാണാൻ നല്ല ത്രില്ലിലാണ് കേട്ടോ ഞങ്ങൾ. ആൻഡ് ഇതിൻ്റെ ഹിസ്റ്ററിയും നമുക്കൊന്ന് നോക്കാം. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ 3ാം ഭാര്യയായിരുന്നു മുംതാസ് മഹൽ. വിവാഹം കഴിഞ്ഞ് 18ാം വർഷം അവർക്ക് 14ാമത്തെ കുഞ്ഞുണ്ടായി, ഗൗഹറ ബേഗം. ഈ ഗൗഹറ ബേഗത്തിൻ്റെ ജന്മം നൽകുന്ന സമയത്താണ് നമ്മുടെ മുംതാസ് മഹൽ മരിക്കുന്നത്. ആ ഒരു മരണത്തിൽ അദ്ദേഹം വളരെയധികം ദുഃഖിതനായി. തൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള മുംതാസ് മഹലിന് വേണ്ടി അദ്ദേഹം ഒരു പ്രണയ സൗധം പണിയാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അപ്പം ആ സമയം അദ്ദേഹം വളരെയധികം സമ്പന്നനായിരുന്നു, നല്ല അഭിവൃദ്ധിയുള്ള കാലമായിരുന്നു. പക്ഷേ തൻ്റെ പ്രിയതമയുടെ വേർപാട് അദ്ദേഹത്തെ വളരെയധികം ദുഃഖിതനാക്കി. അവരുടെ പ്രേമത്തിൻ്റെ ഒരു അഗാധമായിട്ടുള്ള പ്രേമത്തിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു താജ്മഹലിൻ്റെ പണി തുടങ്ങുന്നത്. അപ്പോൾ 1648 ഒരു അടിസ്ഥാന ശവകുടീരം പണി തീർത്തു. പിന്നീട് ഇതിന് ചുറ്റുമുള്ള ഉദ്യാനങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും പിന്നീടുള്ള 5 വർഷങ്ങൾ കൊണ്ട് പണി തീർത്തത്. മൊത്തം 22ഓളം വർഷങ്ങൾ എടുത്തിട്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. മുഴുവനായിട്ടും വെണ്ണക്കല്ലിൽ തീർത്ത ഒരു കെട്ടിടമാണിത്. 1632 തുടങ്ങി 1653 ഇതിൻ്റെ പണി അവസാനിച്ചത്. 1983 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ താജ്മഹൽ ഇടം പിടിക്കുന്നത്. 10,000 ശില്പികൾ ചേർന്നാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് ഇതിൻ്റെ പ്രധാന ശില്പി. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത്. ചുവരുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ആഗ്രയിലാണ്. ആഗ്രയുടെ തെക്കു ഭാഗത്ത് യമുന നദിയോട് ചേർന്നാണ് നമ്മുടെ താജ്മഹൽ പണിതിരിക്കുന്നത്. 16 beautiful gardens, and back in those days in the Mughal time, as they constructed the whole complex like a paradise building, right? Something influenced from the paradise definition. So they planted the trees of mangoes, oranges, strawberries, and such things in the 17th century here. But those trees got up higher, and the Mughal power declined. No one was looking after this monument. And really got time to the political violence that's going on in the country. ഇവിടെ സന്ദർശിക്കാൻ വരുന്ന വിദേശികൾക്കും മറ്റ് സന്ദർശകർക്കും ഇതിനെപ്പറ്റിയുള്ള ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ കുറേ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ പകർത്താനായിട്ട് കുറേ ക്യാമറാമാൻമാരും നമ്മുടെ പുറകെ നടക്കും. അങ്ങനെ നമുക്കും കിട്ടിയ ഒരു ക്യാമറാമാന് അവർ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് എടുത്തു തന്നു. I'll take photo, show you. Don't worry. First you say, Sarvitra, may give money. Don't worry. This phone is good, but you don't angle photo good here. Angle good, then photo automatically face clear. Just stop, look each other. Madam, just stop. I need an intervention, divine intervention, you know. Only in my crucial moments do they pay attention carefully.
Something deep within, something new lets me emerge from my